ലോജിക്ക് വെച്ച് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കിയാലോ. ഇവിടെ പറയുന്നത് കെ പ്ലസ് 1/k-2 എന്ന് പറയുന്നതിൻ്റെ വില 0 പറയുന്നുണ്ട്. ഇവിടുത്തെ കെൻ്റെ വില തന്നില്ല, പകരം പറയുന്നത് കെ 0 വലിയ സംഖ്യകളാണ്. 0 വലുതെന്ന് പറഞ്ഞാൽ നമുക്ക് ഭിന്നസംഖ്യകളൊക്കെ വരാം, 1, 2, 3 ഏത് വേണമെങ്കിലും വരാം. കണ്ടുപിടിക്കേണ്ടത് ഇങ്ങനൊരു സാധനത്തിനെയാണ്, k⁻29 + 1/k⁻29 - 2. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കെൻ്റെ വില നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം നോക്കിക്കേ നിങ്ങൾ, ഇവിടെ k⁻29 ഉണ്ട്. എന്താണ് ഈ k⁻29 എന്ന് പറഞ്ഞാൽ? കെ എന്ന് പറഞ്ഞ ആളെ 29 വട്ടം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക. കിട്ടുന്ന ആൻസർ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ഒരു വലിയ നമ്പർ ആയിരിക്കണം അല്ലേ? കെൻ്റെ വില ഒരു 2, 3 ഒക്കെ ആയി കഴിഞ്ഞാൽ കിട്ടേണ്ട ആൻസർ വലിയൊരു നമ്പർ ആയിരിക്കണം. പക്ഷേ നമ്മുടെ ഓപ്ഷൻസ് മൊത്തം ചെറിയ നമ്പേഴ്സാണ്, ചെറിയ സംഖ്യകളാണ് ഓപ്ഷൻസ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ കെ എന്ന് പറഞ്ഞാൽ 0 വലുതാണ്. അത് എന്തായാലും 2, 3, 4 ഒന്നും ആവില്ല. പിന്നെ ആരേ വരാൻ ചാൻസ് ഉള്ളൂ? മോസ്റ്റ് ഓഫ് ദ കേസിൽ അത് 1 വരാൻ ചാൻസ് വരുള്ളൂ. ചിലതിലൊക്കെ പോയിൻ്റ് അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് ഒക്കെ വരാം. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ എവിടെയും ഫ്രാക്ഷൻസ് നമ്മൾ അധികം കാണാറില്ല. അപ്പോൾ 1 കെൻ്റെ വില എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കോ, k + 1/k-2 ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടണമെന്നാണ് അവർ പറഞ്ഞത്. 1 എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുക? 1 + 1/1 - 2 ഒന്ന് ചെയ്ത് നോക്കുക. എടാ 1/1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, ആണല്ലോ. അപ്പം 1ഉം 1ഉം കൂട്ടിയാൽ 2, ആ 2ന്ന് 2 കുറച്ചാൽ എത്ര കിട്ടും? നമുക്ക് കിട്ടുന്ന ഉത്തരം 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കെ എന്ന് പറഞ്ഞ ആൾ എത്രയാണ്? 1 മനസ്സിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി കണ്ടുപിടിക്കേണ്ട ആളിലേക്ക് നോക്കിക്കോ. ഇത് ഈ ഒരു സാധനം k⁻29 എന്ന് വെച്ചാൽ k 1, 1⁻29. 1നെ എത്ര വട്ടം റിപ്പീറ്റഡ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? 1 തന്നെയായിരിക്കും. ഇനി 1/k⁻29 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങ് എന്ത് എഴുതാം? 1/k⁻29 നമുക്ക് കിട്ടി, 1 തന്നെയാണ്. -2 എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കി അതേ സാധനം തന്നെയല്ലേ ഇത്. പിന്നെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഉത്തരം എന്തായിരിക്കും? 0 ആയിരിക്കും ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ലോജിക്ക് വർക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് ഈ കെൻ്റെ വില എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ജസ്റ്റ് വെറുതെ 1 എന്നുള്ള സംഖ്യ ഒന്ന് കൊടുക്കുക. ഇനി കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ശ്രദ്ധിക്കണം, സെയിം ക്വസ്റ്റ്യനിൽ വാല്യൂസൊക്കെ സെയിം പോലെ തന്നെ വരാം, പക്ഷേ ഇവിടെ ചെറുതായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പം അത് നിങ്ങളുടെ ലോജിക്ക് അനുസരിച്ച് ചെയ്യുക. ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക.